குறிப்பாக கேரளாவுடைய தென் மாவட்டமான எர்ணாகுளம் பகுதியில் பல ஆண்டுகளாக சிறப்பான முறையில் அரபு கல்லூரிகளிலும் மஸ்ஜிதுகளிலும் பல்வேறு தீனுடைய தயாரித்துடைய பணிகள் நடத்தி தற்போது தன்னுடைய பக்கத்து மாவட்டமாகிய மலப்புரம் குளத்தூர் என்ற பகுதியில் சுன்னத்துல் ஜமாஅத்துடைய தயாரித்துடைய பணிகள் சமஸ்த கேரளா சுன்னத் ஜமாஅத் ஜமீயத்துல் உலமா கீழ் அதனுடைய தீனுடைய தயாரிப்புடைய பணிகளாக சிறப்பான முறையில் நடாத்தி வரக்கூடிய நிகழ்வு பிபிஏ தங்கள் ஆட்டேரி தங்கள் என்ற இதில் அவர் பிரபலமானவர்கள். தகவல் அவர்கள் உடல்நிலை கொஞ்சம் சிரமமாக இருந்தாலும் கூட நம்முடைய அன்பான அழைப்பை கேட்டு அல்ஹம்துலில்லாஹ் வரவேற்று என்று சொல்லி அல்ஹம்துலில்லாஹ் இங்கு வந்திருக்கிறார்கள். அல்லாஹ் ரப்பல் ஆலமீன் அவர்களுடைய ஆயுளில் அவருடைய ஆஃபியத்தில் அல்லாஹ் பெரிய பரக்கத் செய்வானாக. இத்தகைய சிரமங்களாக இருந்தாலும் அல்லாஹ் ரப்பல் ஆலமீன் பரிபூர்ணமான ஆஜிலான ஆஃபியத்தான ஷிஃபாவை அல்லாஹ் வழங்குவானாக. தங்கள் உஸ்தாத் அவர்கள் 10 நிமிஷம் இன்ஷா அல்லாஹ் ஆசிவரை வழங்கி இன்ஷா அல்லாஹ் சரது கொடுத்து இந்த நிகழ்வை இன்ஷா அல்லாஹ் முடித்து வைப்பார்கள். கண்ணியத்துடன் தங்கள் உஸ்தாத் அவர்கள் அழைக்கப்படுகிறார்கள். السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه الطيبين أما بعد. ആദരണീയരായ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ഏറ്റവും സ്നേഹമുള്ള കാരണവന്മാർ, യുവാക്കൾ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടെ നമ്മുടെ ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പോകുന്ന വിദ്യാർത്ഥിനികൾക്കുള്ള സന്നദ്ധദാനവും അല്ലാഹു സ്വീകരിക്കുകയും ദുനിയാവിലും ആഖിറത്തിലും അത് വളരെ സന്തോഷകരമായി അനുഭവപ്പെടുത്തി തരികയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദീർഘിച്ചു പോയതിൻ്റെ പേരിൽ സമയം കഴിഞ്ഞു. ഇനി പ്രസംഗിക്കാൻ അതുകൊണ്ട് തന്നെ ദീർഘമായ ഒരു പ്രഭാഷണം ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഇൽമ് പഠിക്കുക എന്ന വിഷയമാണിവിടെ സാഹചര്യത്തിനനുസരിച്ച് പറയേണ്ടത്. എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞതും അതുതന്നെ. ഇൽമ് പഠിക്കൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത നിർബന്ധമായ കാര്യമാണ്. എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഇൽമ് പഠിച്ചിരിക്കണം. നാമൊക്കെ നിസ്കരിക്കുന്നവരാണ്, നിസ്കരിക്കേണ്ടവരാണ്. നിസ്കാരം മാത്രമല്ല, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇസ്ലാമിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിവില്ലാതെ പ്രവർത്തിച്ചാൽ മയ്യക്കും ബിഗൈരി ഇൽമിൻ യഅമലു അഅമാലുഹു മർദൂദത്തുൻ ലാ തുഖ്ബലു. അറിവില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് അപാകതകൾ അതിൽ വന്നു ചേരും. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാവുകയില്ല. അപ്പോൾ പരലോകത്ത് വരുമ്പോൾ നിന്റെ നിസ്കാരത്തിൽ ഇങ്ങനെ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് അള്ളാഹു ചോദിച്ചാൽ, എനിക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവേ അങ്ങനെ സംഭവിച്ചു പോയത്, എനിക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാനാകുമോ? അള്ളാഹു വീണ്ടും ചോദിക്കുന്നു, എന്തുകൊണ്ട് അറിവില്ലാതെയായിപ്പോയി? എന്താണ് അറിവില്ലാതാവാൻ കാരണം? അത് ഞങ്ങളുടെ നാട്ടിൽ അത് പഠിക്കാനുള്ള സൗകര്യമുണ്ടായില്ല എന്ന് പറയാൻ കഴിയില്ല. നിറഞ്ഞു നിൽക്കുന്ന സൗകര്യങ്ങളാണ്. ധാരാളം വലിയ ഹസ്രത്തുമാർ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ നമ്മുടെ നാടുകളിലുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് നിർബന്ധമാണ്.
പഠിക്കൽ, അതിലുള്ള സൗകര്യങ്ങളാണ് ഈ പണ്ഡിതന്മാരൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അത് പഠിക്കാതെ വരുന്ന തെറ്റ് പൊറുക്കപ്പെടുകയില്ല. പഠിക്കാൻ സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ പഠിക്കാതിരുന്നാൽ അതിനാലുള്ള അപാകതകൾ പൊറുക്കപ്പെടും. മഅ്ദൂറായ ജാഹിൽ എന്ന് പറയും അവർക്ക് വിട്ടുവീഴ്ചയുണ്ട്. ദീർഘിച്ച് പറയാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല. ഒരു കാര്യം, ഞങ്ങളൊരു സിയാറത്തിന് പോയി, കുറേ പണ്ഡിതന്മാർ ഞങ്ങളെല്ലാം കൂടി ഒരു ബസ്സിന് 50 ആളുകൾ സിയാറത്തിന് പോയി. ഉസ്ബെക്കിസ്ഥാൻ എന്ന രാഷ്ട്രം, ഡൽഹിയിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്ന് ഫ്ലൈറ്റ് ഉള്ളത്. ഡൽഹിയിൽ ചെന്ന് സമർക്കന്ദിൽ പോയി ഇറങ്ങി. വിശാലമായ മുസ്ലിം രാജ്യം. ആ നാട്ടിലാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുള്ളത്. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകൾ രേഖപ്പെടുത്തിയ കിതാബാണ് സഹീഹുൽ ബുഖാരി. ഇസ്മായിലുൽ ബുഖാരി റളിയല്ലാഹു അൻഹു ആണ് ആ കിതാബ് ഒരുമിച്ച് കൂട്ടിയത്. ഖുർആൻ കഴിഞ്ഞാൽ അടുത്തത് സഹീഹുൽ ബുഖാരിയാണ്. ആ കിതാബ് രചിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ നാടാണത്. അവിടെയാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഖബർ അവിടെയാണ്. ബുഖാരി കഴിഞ്ഞാൽ പിന്നെയുള്ള ഹദീസ് കിതാബുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗ്രന്ഥമാണ് സുനനു തുർമുദി. വഴിക്ക് വഴിയല്ല ഞാൻ പറഞ്ഞത്, മറ്റൊരു ഗ്രന്ഥം. തുർമുദി ഇമാമിൻ്റെ സഹീഹ് ആണ്, സുനനാണ്. ബുഖാരി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ സഹീഹ് മുസ്ലിമാണെന്നും അഭിപ്രായമുണ്ട്. അത്ര വലിയ പ്രാധാന്യമുള്ള കിതാബാണ്. അദ്ദേഹം മറവിട്ട് കിടക്കുന്നത് അവരുടെ ഖബർ ഉസ്ബെക്കിസ്ഥാനിലാണ്. ഹക്കീമു തുർമുദി റളിയല്ലാഹു അൻഹു, അബുല്ലൈദ് സമർഖന്ദി റളിയല്ലാഹു അൻഹു, ബഹാഉദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു, അബൂ മൻസൂറുൽ മാതുരീദി റളിയല്ലാഹു അൻഹു തുടങ്ങിയ എണ്ണിത്തീർക്കാൻ കഴിയാത്ത ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ജീവിച്ച നാടാണ്. പള്ളിയും സ്ഥാപനങ്ങളും മക്ബറകളും ഇന്നും ആ രാജ്യത്ത് നിലനിൽക്കുന്നു. അങ്ങനത്തെ ഒരു വലിയ നാടാണ്. പക്ഷേ ഞങ്ങൾ ആ നാട്ടിൽ ചെന്നപ്പോൾ ഒരൊറ്റ പള്ളിയും തുറന്നിട്ടില്ല. എല്ലാ പള്ളികളും അടച്ചു പൂട്ടിക്കിടക്കുകയാണ്. ഒരു മദ്രസയും തുറന്നിട്ടില്ല. ബുഖാരി ഇമാമിൻ്റെ കോളേജും തുറന്നിട്ടില്ല. ഒരു കോളേജും തുറന്നിട്ടില്ല. എല്ലാം പൂട്ടി ഇടപെട്ട് കിടക്കുകയാണ്, ലോക്കിട്ട് കിടക്കുകയാണ്. എന്താ കാരണം? സോവിയറ്റ് റഷ്യ ഉസ്ബെക്കിസ്ഥാനിനെ പിടിച്ചു, ഇസ്ലാം നിരോധിച്ചു. നിസ്കരിക്കാൻ പാടില്ല, പള്ളികൾ പൂട്ടണം, ബാങ്ക് വിളിക്കാൻ പാടില്ല, മദ്രസകൾ പഠിപ്പിക്കാൻ പാടില്ല, ഖുർആൻ പഠിപ്പിക്കാൻ പാടില്ല. സ്വകാര്യമായിട്ട് ആരെങ്കിലും വീടുകളിൽ വെച്ച് നിസ്കരിച്ചാൽ അതറിഞ്ഞാൽ കയറി വന്ന് പരസ്യമായി അവരെ വെട്ടിക്കൊലപ്പെടുത്തും. ബാങ്ക് നിരോധിച്ചു. ഒറ്റ പള്ളിയിലും ബാങ്കില്ല, ഒരു പള്ളിയിലും നിസ്കാരമില്ല. അങ്ങനെ സോവിയറ്റ് റഷ്യ ആ രാജ്യത്തെ പിടിച്ചടക്കി ഇസ്ലാം നിരോധിച്ചു. ആ കാരണം കൊണ്ട് തന്നെ ഇത്രയും വലിയ പള്ളികളും സ്ഥാപനങ്ങളും അടച്ചുപൂട്ടപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോഴും ജമാഅത്തും നിസ്കാരവും ബാങ്കും ഒന്നുമില്ല. ഇന്ന് അവിടെ ജീവിക്കണ മുസ്ലിങ്ങൾ ബാങ്ക് കേട്ടിട്ട് 90 വർഷമായി. ഒരു നൂറ്റാണ്ട് കൊല്ലമോ, ഒരു നൂറ്റാണ്ട്. സോവിയറ്റ് റഷ്യ ഈ സ്ഥലം വിട്ടുകൊടുത്തു. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിച്ചോളൂ. എന്നിട്ടും അവിടെ ബാങ്ക് തുടങ്ങിയിട്ടില്ല, മദ്രസയും സ്ഥാപനങ്ങളും തുടങ്ങിയിട്ടില്ല. വളരെ പേടിയോടുകൂടിയാണ് ആത്മീയ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. പരസ്യമായിട്ട് ചെയ്യാൻ പാടില്ല, ഇപ്പോഴും പാടില്ല. അങ്ങനെ വിഷമിച്ച് ഞങ്ങൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഇതുപോലത്തെ ഒരു ഹാൾ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ച് അത് വിളമ്പി തരുന്നത് വലിയ വലിയ പണ്ഡിതന്മാരാണ് ഞങ്ങളെ കൂടെ ഉള്ളത്. കേരളത്തിലെ പടുകൂറ്റൻ ഉസ്താദുമാരാണ്.
ഭക്ഷണം വിളമ്പിത്തരുന്നത് ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ, തലയിൽ ഷോളിടാത്ത, ജീൻസും ടീഷർട്ടും ധരിച്ച, ചുണ്ടു ചോപ്പിച്ച, സൗന്ദര്യം പ്രദർശിപ്പിച്ച്, ആ ഭാഗങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല. അത് അവരുടെ രാജ്യത്തിൻ്റെ സാധാരണ ജീവിതമാണ്. അവരാ ചോറ് വിളമ്പിത്തരുന്നത്. അതാ നാടിൻ്റെ സ്വഭാവമാണ്. ഒരു ഹോട്ടലിലോ ഒരിടത്തും മൂത്രമൊഴിക്കാൻ സ്ഥലമില്ല, ബാത്റൂമുകളില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തിരുന്ന് മൂത്രമൊഴിക്കാം. കഴുകണം എന്നത് അവർക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ കുപ്പിയിൽ വെള്ളം വാങ്ങാൻ വളരെ പ്രയാസപ്പെട്ടു ഒരു ബോട്ടിൽ വെള്ളം കിട്ടാൻ. അതുകൊണ്ട് എവിടെയോ പോയി മൂത്രമൊഴിച്ച് കഴുകി വന്നാൽ അവർ അത്ഭുതപ്പെടുകയാണ്. ആ നാടിൻ്റെ സ്ഥിതിയാണ്. മൂത്രിച്ചാൽ കഴുകാൻ സൗകര്യമില്ല, കക്കൂസുകളില്ല, ബാത്റൂമില്ല. ഇങ്ങനെ ഒരു നാട്, മുസ്ലിം രാജ്യം, 100% മുസ്ലിങ്ങൾ. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ വയസ്സായ ഒരു 100 വയസ്സിന് മീതെ പ്രായമുള്ള 110 വയസ്സുണ്ടാവും വയസ്സായ ഒരു ഉമ്മുമ്മ, വളഞ്ഞു കുത്തിയ ഒരു ഉമ്മുമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ ഈ ഉസ്താദുമാരൊക്കെ ബസ്സിക്ക് കയറാൻ വേണ്ടി നിന്നപ്പോൾ ആ ഉമ്മ പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് നല്ല മനുഷ്യന്മാരാണെന്ന് തോന്നുന്നുണ്ട്, തഖ്വ ഉള്ള പണ്ഡിതന്മാരും ഉസ്താദുമാരാ തോന്നുന്നുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നിങ്ങളെപ്പോലത്തെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അവരൊക്കെ പോയി. എൻ്റെ കുഞ്ഞുകാലത്ത് അവർ 100 കൊല്ലം മുമ്പ് എന്നർത്ഥം നിങ്ങളെപ്പോലത്തെ ആൾക്കാരുണ്ടായിരുന്നു. ഈ ഭക്ഷണം വിളമ്പി തന്ന ഈ കുട്ടികൾ എൻ്റെ പേരമക്കളാണ്, മക്കളാണ്. നല്ല തഖ്വ ഉള്ള ഭർത്താക്കന്മാരെ കിട്ടാൻ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ആ ഉമ്മ അങ്ങ് കരഞ്ഞു. ഞങ്ങൾ മൊത്തം കരഞ്ഞുപോയി. ഒരു നാടിൻ്റെ സ്ഥിതി. ബുഖാരി ഇമാമിൻ്റെ നാടാണ്, തുർമുദി ഇമാമിൻ്റെ നാടാണ്. ഔലിയ, അമ്പിയാക്കൾ, പണ്ഡിതന്മാർ, മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ്. ഇസ്ലാം ഒന്നും ആ നാട്ടിലില്ല. ഇപ്പോൾ അവിടെ പല സഖാഫികളും പോയി ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. സ്കൂൾ ക്ലാസ് എടുക്കാം. സ്കൂളിൽ ക്ലാസ് എടുക്കുമ്പോൾ ഗവൺമെൻറ് നിശ്ചയിച്ച ഒരു ഉദ്യോഗസ്ഥൻ ആ ക്ലാസ്സിൻ്റെ ഒരു മൂലയിൽ കസേരയിട്ടിരിക്കുന്നുണ്ടാവും. എന്താ, മതപരമായ വല്ല വിഷയവും ഇയാൾ പറയുന്നുണ്ടോ നോക്കാൻ. മതപരമായൊരു വിഷയം അവിടെ പറയാൻ പാടില്ല. പറഞ്ഞാൽ ഗവൺമെൻറ് ഈ അധ്യാപകനെ പിടിച്ചു കൊണ്ടുപോയി ജയിലിലാക്കും. മതം പഠിപ്പിക്കാൻ പാടില്ല. 90 കൊല്ലമായി അല്ലാഹു അക്ബർ എന്ന് ആ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ കേട്ടിട്ട് 90 കൊല്ലമായി. നിസ്കരിച്ചിട്ട് 90 കൊല്ലമായി. എല്ലാവരും മുസ്ലിങ്ങളാണ്. നാളെ പരലോകത്ത് വരുമ്പോൾ അള്ളാഹു ചോദിക്കും, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനർത്ഥം എന്താ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാക്ക് അറിഞ്ഞൂടാ അള്ളാഹുവേ. നിങ്ങളെന്താ നിസ്കരിക്കാതിരുന്നത്? ഞങ്ങൾക്ക് നിസ്കാരത്തെക്കുറിച്ച് അറിഞ്ഞൂടാ റബ്ബേ. എന്തുകൊണ്ട് അറിഞ്ഞൂടാ? ഞങ്ങളെ നാട്ടിലതില്ല, ഞങ്ങളെ നാട്ടിൽ അതിനുള്ള സൗകര്യമില്ല. അള്ളാഹു പറയും, പൊയ്ക്കോ സ്വർഗത്തിലേക്ക്. അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് വിടും. എന്താണ്? പഠിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് അറിവില്ലാതെ പോയത്. നമുക്ക് പഠിക്കാൻ സൗകര്യമുണ്ട്. ഈ ഇരിക്കുന്ന ഉസ്താദുമാർ, പണ്ഡിതന്മാരൊക്കെയും നമ്മുടെ മക്കളെ അറിവ് കൊടുത്ത് പഠിപ്പിച്ച് തന്നിട്ട് ഇത് നമ്മൾ ചെയ്യേണ്ട പണിയാണ്. ഞാനൊരു ബൈക്ക് ഓടിച്ചിങ്ങനെ പോവാണ്. വഴിയിൽ നിന്നൊരാൾ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിച്ചു. ഞാൻ ബൈക്ക് നിർത്തിയിട്ട് ചോദിക്കും, ഹെൽമറ്റ് ഉണ്ടോ? ഹെൽമറ്റ് ഉണ്ടെങ്കിലേ കയറ്റുള്ളൂ. എന്തേ? ഞാൻ ഹെൽമറ്റ് ഇട്ടാൽ മാത്രം പോരാ, എൻ്റെ പിന്നിലിരിക്കുന്നവരും ഹെൽമറ്റ് ഇടണം. ഞാൻ ഇന്ന് രാവിലെ കാറിൽ കയറിയപ്പോൾ ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. എന്നോടും സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഫൈന് വരൽ ആർക്കാണ്? ഡ്രൈവർക്കാണ്. ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ പോരാ, കൂടെ കയറ്റിയവരും സീറ്റ് ബെൽറ്റ് ഇടണം. ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും, നിങ്ങളുടെ ശരീരം നിങ്ങൾ നരകത്തെ തൊട്ട് സൂക്ഷിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ മക്കൾ, ഭാര്യ, കുടുംബത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. അവരും സീറ്റ് ബെൽറ്റ് ഇടണം, അവരും ഹെൽമെറ്റ് ഇടണം. എന്നാലേ ഡ്രൈവർ രക്ഷപ്പെടുള്ളൂ. ഒരു ബാപ്പ മക്കളെയും കൂടി നന്നായിട്ട് ഇസ്ലാമിക ചിട്ടയിൽ കൊണ്ടുവരണം.
അപ്പോഴേ ആ ബാപ്പ രക്ഷപ്പെടുള്ളൂ. പരലോകത്ത് വരുമ്പോൾ എന്തുകൊണ്ട് പഠിച്ചില്ല? ഞങ്ങൾ SSLC പരീക്ഷ അതുകൊണ്ട് പഠിക്കാൻ സൗകര്യം കിട്ടിയില്ല, മദ്രസ നിർത്തി. അള്ളാഹു സ്വീകരിക്കില്ല, അള്ളാഹിൻ്റെ മുമ്പിൽ രക്ഷപ്പെടുകയുമില്ല. കാരണം ഭൗതികമായ വിദ്യാഭ്യാസത്തെ ഞാൻ ആക്ഷേപിക്കുകയല്ല. ഭൗതികമായ വിദ്യാഭ്യാസം ഫർളല്ല, അത് പഠിക്കൽ ഫർളില്ല. ശർഈയായ വിദ്യാഭ്യാസം പഠിക്കൽ ഫർളാണ്, വിട്ടുവീഴ്ച ഇല്ലാത്തതാണ്, നിർബന്ധമാണ്. ഞങ്ങളെ നാട്ടിൽ മലപ്പുറത്ത്, ഞാൻ കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ്. ഞങ്ങളെ നാട്ടിൽ ഒരു സ്ഥലത്ത് ഒരു ആൾ വിവാഹം ചെയ്തു. വിവാഹം ചെയ്ത് ഇയാൾ കുറേ കാലം ജീവിച്ച് വീട്ടിൽ ചെന്നാൽ ഇദ്ദേഹം വിവാഹം ചെയ്തു കൊണ്ടുവന്ന ഭാര്യ അയാളെ ഒരാവശ്യത്തിനും കിട്ടൂല, എപ്പോഴും നിസ്കരിക്കാൻ. നിസ്കാരം 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 നിസ്കാരം. അങ്ങനെ പെണ്ണിനെ നിസ്കരിക്കാനായപ്പോൾ ഇയാളെ ഒരാവശ്യത്തിനും കിട്ടാതെ വന്നപ്പോൾ ഒരിക്കൽ ദേഷ്യം പിടിച്ചിട്ട് ഇയാൾ പറഞ്ഞ്, ഇനി നീ നിസ്കരിച്ചാൽ എൻ്റെ ഭാര്യയല്ല, എൻ്റെ 3 തലാഖും ഞാൻ ചൊല്ലിക്കണ. നിസ്കരിച്ചാൽ എൻ്റെ ഭാര്യയല്ല, എൻ്റെ 3 തലാഖും ഞാൻ ചൊല്ലിയ. അതോടുകൂടി തലാഖ് പോയി. ഈ പെണ്ണ് നിസ്കരിക്കലോടുകൂടി അയാളെ ഭാര്യയല്ലാതെയായി മാറി. ഇനി മടക്കിയെടുക്കാനൊന്നും പറ്റൂല. ഞാൻ അങ്ങനെ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ്, അതുകൊണ്ട് നീ നിസ്കരിച്ചോ, ഒരു കുഴപ്പമില്ല, ഞാനത് പിൻവലിച്ചിരിക്കുന്നു, അതൊന്നും ഇനി പറയാൻ ചാൻസ് ഇല്ല. തലാഖ് തലാഖ് തന്നെ. കാഫറാകുന്ന ഒരു വാക്ക് ഒരാൾ അബദ്ധത്തിൽ പറഞ്ഞാൽ പരിഹരിച്ച് അയാളെ മുസ്ലിമാക്കാൻ ശ്രമിക്കും, കുഫിരിയത്തിലേക്ക് ഉന്തിവിടൂല. തെറ്റിദ്ധരിച്ചു പറഞ്ഞു, അറിയാതെ പറഞ്ഞുപോയി, അബദ്ധത്തിൽ പറഞ്ഞുപോയി, അതിനൊക്കെ പല മാർഗങ്ങളുമുണ്ട്. തലാഖിൻ്റെ വാക്ക് അബദ്ധത്തിൽ പറഞ്ഞാലും തലാഖ് പോകും, തമാശക്ക് പറഞ്ഞാലും പോകും, അറിയാതെ പറഞ്ഞാലും പോകും, എങ്ങനെ പറഞ്ഞാലും തലാഖ് സംഭവിക്കും. തലാഖ് കളിക്കാൻ പറ്റിയതല്ല. ഇയാൾ പറഞ്ഞു പെണ്ണ് നിസ്കരിക്കാതിരിക്കാൻ പറ്റുമോ? അടുത്ത വക്കത്ത് വന്നു, പെണ്ണ് നിസ്കരിച്ചു, തലാഖ് പോയി. ഹാജിയാർ ആ സമയത്ത്, ആ ചെറുപ്പക്കാരൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞുപോയി, എങ്ങനെയെങ്കിലും എൻ്റെ ഭാര്യ എനിക്ക് തന്നെ കിട്ടുമോ എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. പള്ളിയിൽ വന്നിട്ട് ഉസ്താദിനോട് ചോദിച്ച്, ആരാ പള്ളിയിലെ ഉസ്താദ്? ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ. അന്ന് കേരളാവിൽ അത്ര വലിയൊരു പണ്ഡിതൻ വേറില്ല, കേരളത്തിലെ ടോപ്പ് ആലിമാണ്. അദ്ദേഹത്തെ കവച്ചിക്കുന്നൊരു പണ്ഡിതൻ അന്ന് കേരളത്തിലില്ല. ഉസ്താദിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ ഭാര്യയോട് നീ നിസ്കരിച്ചാൽ എൻ്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞു പോയി. അവൾ നിസ്കരിക്കുകയും ചെയ്തു. എൻ്റെ ഭാര്യൻ്റെ തലാഖ് പോയോ? പോയി. അവൾ പെണ്ണ് തലാഖായി. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. എൻ്റെ ഭാര്യയല്ലാതെ പോയി. കുറേ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചു, ഭാര്യയല്ല. അയാൾ സങ്കടത്തോടു കൂടി പള്ളിയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരും. പള്ളിയിൽ താമസിക്കുന്ന ദർസിലെ മുതഅല്ലിമുകൾ, വിദ്യാർത്ഥികൾ ളുഹർ നമസ്കാരം കഴിഞ്ഞ് ഭക്ഷണത്തിന് പോയി, ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ ഈ ഹാജിയാർ കരഞ്ഞ് പോവാണ് പള്ളിയിൽ നിന്ന്. അപ്പോൾ ചെറിയ മുതഅല്ലിമ്, എന്താ ഹാജിയാരെ നിങ്ങൾ കരയണത്? അതൊന്നുമില്ലടാ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെണ്ണും ത്വലാഖും സംബന്ധമായ വിഷയം ഈ ചെറിയ മുത്തഅല്ലിമിനോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കുട്ടികളോട് പറയേണ്ട വിഷയമല്ലല്ലോ അത്. അയാൾ പറഞ്ഞില്ല. പിന്നെയും ഈ മുത്തഅല്ലിമ് നിർബന്ധിച്ചു, പറ, വിഷയം പറ, എന്ത് പറ്റി? പിന്നെയും നിർബന്ധിച്ചപ്പോൾ പിടിച്ചു വെച്ചു, പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഹാജിയാർ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയോട് നീ നിസ്കരിച്ചാൽ എൻ്റെ ഭാര്യ അല്ല എന്ന് പറഞ്ഞ് അവൾ നിസ്കരിക്കുകയും ചെയ്ത്. തലാഖ് പോയോ ഇല്ലേന്ന് അറിയാൻ വന്നതാ ഉസ്താദിൻ്റെ അടുത്ത്. എൻ്റെ ഉസ്താദ് പറഞ്ഞു ചോദിച്ചു, തലാഖ് പോയി പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, തലാഖ് പോയി എന്ന് പറയാനായിട്ടില്ല, തലാഖ് പോയി എന്ന് പറയാനായിട്ടില്ല, നിങ്ങൾ ഉസ്താദിനോട് പറയാറുണ്ട്. അപ്പോൾ ഈ ഹാജിയാർ ഉസ്താദിൻ്റെ അടുത്തുകാർ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ദർസിൽ ഒരു മുത്തഅല്ലിമ തലാഖ് പോയി എന്ന് പറയാനായിട്ടില്ല എന്നാണല്ലോ പറയണത്. ആരാണ് അവൻ? പിടിച്ചുകൊണ്ട് ആ മുത്തഅല്ലിമിനെ ഉസ്താദിന് മുമ്പിൽ ഹാജരാക്കി. ഈ മുത്തഅല്ലിമ് പറഞ്ഞു, പോയി എന്ന് പറയാനായിട്ടില്ല എന്ന് നീ പറഞ്ഞാ? ഞാൻ പറഞ്ഞ്. എന്തുകൊണ്ട്? ആ പെണ്ണിനെ വരുത്തി
ഉച്ചത്തിൽ ഓതി ഫാത്തിഹ ഓതി നിസ്കരിപ്പിക്കണം എന്നിട്ട് പറയാറുണ്ട്. ഉസ്താദിന് കാര്യം പിടികിട്ടി. ആ പെണ്ണിനെ വരുത്തി, ഈ മുത്തഅല്ലിമ് പറയാണ്, ആ പെണ്ണിനെ വരുത്തണം. ഒരു കർട്ടൻ കെട്ടി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ആ പെണ്ണ് ഉച്ചത്തിൽ ഫാത്തിഹ ഓതി നിസ്കരിക്കണം. തജ്വീദ് പഠിച്ച 2 ഉസ്താദുമാർ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കട്ടെ, അവർ വിധി പറയട്ടെ. ഉടനെ ഉസ്താദിന് കാര്യം മനസ്സിലായി. ഈ പെണ്ണിനെ വരുത്തി ഒരു കർട്ടൻ കെട്ടി, ആ കർട്ടന്റെ ഉള്ളിൽ ഈ പെണ്ണിനോട് ഉച്ചത്തിൽ ഫാത്തിഹ ഓതി നിസ്കരിക്കാൻ പറഞ്ഞു. ആ പെണ്ണ് ഉറക്കനെ ഫാത്തിഹ ഓതി. 2 ഉസ്താദുമാർ അപ്പുറത്തിപ്പുറത്തും സാക്ഷികളാണ്. കുറച്ച് ഓതിയപ്പോ ഈ ഉസ്താദുമാർ പറഞ്ഞു, ഇപ്പോൾ തലാഖ് പോയിട്ടില്ല. എന്താ കാരണം? തജ്വീദ് നിയമം പാലിച്ചല്ല ആ പെണ്ണ് ഓതിയത്, അതുകൊണ്ട് ആ പെണ്ണ് നിസ്കരിച്ചിട്ടില്ല. ഇനി തജ്വീദ് പഠിച്ച് നിസ്കരിച്ചാൽ അപ്പോൾ തലാഖ് പോകും. ഇപ്പോൾ തലാഖ് പോയിട്ടില്ല എന്ന് വിധി കൽപ്പിച്ചു. ഇതുണ്ടായ യാഥാർത്ഥ്യമാണ്. തജ്വീദ് പഠിച്ച് ഓതിയില്ല. നമ്മളെ കുട്ടികൾക്ക്, ആലിയ കുട്ടികൾക്ക് തജ്വീദിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഖുർആൻ ഓതേണ്ട ക്രമപ്രകാരം ഓതിയതിന്, അത് പഠിച്ചതിന് സനത് കൊടുക്കുന്നുണ്ട്. അത് ഓതേണ്ട ക്രമപ്രകാരം ഓതിയില്ലെങ്കിൽ ഖുർആനാവൂല, വേറെന്തോ ആയി മാറും. ഖുർആനിൽ എഴുതിയതുപോലെ അല്ല വായന. ഖുർആനിൽ അറബി നിയമം അനുസരിച്ച് എഴുതിയിട്ടുണ്ടാവും, വായിക്കേണ്ടത് വേറെ രൂപത്തിലാണ്. വജീഅ യൗമഇദിൻ ബിജഹന്നം. വജീഅ അവിടെ എഴുതിയത് വജാഅ എന്നാണ്. ജീമ് ഫതഹ് അലിഫ് കൊടുത്താൽ നിയമപ്രകാരം വായിക്കേണ്ടത് ജാ എന്നാണ്. ഖുർആനിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. വജീഅ എന്നാണ് ഓതേണ്ടത്. അതിൻ്റെ നേരെ മുകളിലുള്ള ആയത്ത് വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ, അവിടെ വജാഅ എന്നാ എഴുതിയിരിക്കണത്. വജാഅ തന്നെ ഓതേണ്ടതും. തൊട്ട് താഴെ വരിയിൽ വജാഅ എന്നാ എഴുതിയത്, ഓതേണ്ടത് വജീഅ എന്നാണ്. അറബി ഭാഷ പഠിച്ചത് കൊണ്ട് ഖുർആൻ ഓതാനും കഴിയില്ല. അതൊരു ഉസ്താദിൻ്റെ മുന്നിലിരുന്ന് ഉസ്താദ് ഓതിത്തന്ന് മനസ്സിലാക്കി തരണം. അള്ളാഹുവിൻ്റെ സംവിധാനമാണത്. ഞാൻ അറബി ഭാഷ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് ഖുർആൻ മലത്തി വെച്ച് ഓതിയാൽ അപകടം വരതും പറ്റും, അപകടം സംഭവിക്കും. ഖുർആനിൻ്റെ വായന, അതിൻ്റെ ശൈലി. ഇവ ഞാനിത് പറഞ്ഞാൽ, മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ല എനിക്ക് അറിഞ്ഞൂടാ. ഭാര്യ വീട്ടിൽ പോയി, മനസ്സിലായ? ആ പറഞ്ഞത് മനസ്സിലായ? ഭാര്യ വീട്ടിൽ പോയി. ഭാര്യ വീട്ടിൽ പോയി. അക്ഷരം വ്യത്യാസമുണ്ടോ? ഭാര്യ വീട്ടിൽ പോയി, ഭാര്യ വീട്ടിൽ പോയി. അക്ഷരം വ്യത്യാസമുണ്ടോ? അർത്ഥം വ്യത്യാസമില്ലേ? ഭാര്യ വീട്ടിൽ പോയി, എൻ്റെ ഭാര്യ എന്നാൽ അവളെ വീട്ടിലേക്ക് പോയി എന്നാണ് ഉദ്ദേശം. ഭാര്യ വീട്ടിൽ പോയി എന്ന് പറഞ്ഞാലോ, നിങ്ങൾ ഇന്നലെ എവിടെ പോയിരുന്നു? ഭാര്യ വീട്ടിൽ പോയിരുന്നു. അക്ഷരം ഒന്നാണ്, പക്ഷെ വായന ചെറിയ വ്യത്യാസം വന്നപ്പോൾ അർത്ഥം ഒരുപാട് വ്യത്യാസം വന്നു. അതെങ്ങനെ വായിക്കണം? വായിക്കേണ്ട ക്രമപ്രകാരം വായിച്ചില്ലെങ്കിൽ ഖുർആനാണ്. ഞാൻ ഭാര്യൻ്റെ വീട്ടിലേക്ക് പോയി എന്നൊരർത്ഥം, ഭാര്യൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് വേറൊരർത്ഥം. രണ്ടും ഒരേ അക്ഷരങ്ങളാണ്. ഭാര്യ വീട്ടിൽ പോയി, ഭാര്യ വീട്ടിൽ പോയി. ഒരൊറ്റ അക്ഷരത്തിനും വ്യത്യാസമില്ല. എന്തേ വ്യത്യാസം? അത് വായനൻ്റെ ആ ക്രമത്തിൽ ചെറിയ വ്യത്യാസം വന്നപ്പോൾ അർത്ഥം വമ്പിച്ച വ്യത്യാസം വന്നു. പരിശുദ്ധ ഖുർആനിലും ധാരാളം അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. വായനയ്ക്ക് ചെറിയൊരു വ്യത്യാസം വന്നാൽ അർത്ഥത്തിന് ഒരുപാട് വ്യത്യാസം വരും. അപ്പം അത് ക്രമം വായിക്കണം. അത് എങ്ങനെയാണ് വായിക്കണം? ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനിൽ നിന്ന് എത്ര ആയത്ത് അർത്ഥം പഠിക്കാൻ അല്ല നിർബന്ധമാക്കിയിട്ടുണ്ട്? ഒരൊറ്റ ആയത്ത് അർത്ഥം പഠിക്കാൻ അല്ല പറഞ്ഞിട്ടില്ല, ഫർളാക്കിയിട്ടില്ല.
ഒരൊറ്റ ആയത്ത് അർത്ഥം പഠിക്കാൻ അള്ളാഹ് ഫർളാക്കിയിട്ടില്ല. ഖുർആൻ മനഃപ്പാഠമാക്കാൻ അള്ളാഹു ഫർളാക്കിയിട്ടുണ്ടോ? ഇല്ല. 7 ആയത്തല്ലാതെ ഫാത്തിഹ അത് ഫർളാണ്, നിസ്കാരത്തിൽ ഓതണം. അതുകൊണ്ട് അർത്ഥം ഖുർആൻ ഇഫ്ലാക്കണ്ടെന്നല്ല, അള്ളാഹ് ഫർളാക്കിയിട്ടില്ല. ഖുർആൻ ഇഫ്ലാക്കാത്ത ഒരാൾ മരണപ്പെട്ടാൽ പരലോകത്ത് അള്ളാഹു അവനെ പിടിച്ച് നരകത്തിലിടോ? നീ എന്തുകൊണ്ട് ഖുർആൻ ഇഫ്ലാക്കിയില്ല? ഇല്ല. ഫാത്തിഹ ഇഫ്ലാക്കിയില്ലെങ്കിൽ നരകത്തിലിടും. 7 ആയത്ത് അള്ളാഹ് ഫർളാക്കിയിട്ടുണ്ട്, നിസ്കാരത്തിൽ ഓതണം. ഒരൊറ്റ ആയത്തിന്റെ അർത്ഥം ഒരാൾ പഠിച്ചില്ല എന്നതുകൊണ്ട് അള്ളാഹു തആല നരകത്തിലിടൂല. അള്ളാഹു തആല നരകത്തിലിടും ഫാത്തിഹ പഠിച്ചില്ലെങ്കിൽ. അപ്പൊ അള്ളാഹ് കാണാതെ പഠിക്കാനും ഫർളാക്കിയിട്ടില്ല, അർത്ഥം പഠിക്കാനും ഫർളാക്കിയിട്ടില്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? കലാമുല്ലാഹിൽ മുനസ്സലു അലാ അബ്ദിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഅബ്ബദു ബിതിലാവതിഹി. അള്ളാഹു റസൂലുള്ളാഹിക്ക് ഇറക്കിക്കൊടുത്ത അവന്റെ കലാമ് ഓതാൻ കൽപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഓതാൻ കൽപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. ഓതണം എന്ന് അള്ളാഹിന്റെ കൽപ്പനയുണ്ട്. ഓതണം, നമ്മളെല്ലാവരും ഓതണം. ഓതണമെങ്കിൽ അതെങ്ങനെ ഓതണമെന്ന് തജ്വീദ് പഠിക്കണം. നമ്മളെ കുട്ടികൾക്ക് ഇവിടെ തജ്വീദ് പഠിപ്പിച്ചു കൊടുക്കും. ഇത് ഉമ്മാനും ബാപ്പാനും കടമയാണ്. ഇവിടുത്തെ ഉസ്താദുമാർ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഇനി അവർ അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അവരെ കുടുംബത്തിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സൗകര്യമായി നിങ്ങളും കൂടി സഹകരിച്ചാൽ ഈ മഹത്തായ സ്ഥാപനം നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ നിർവഹിച്ചിരിക്കുന്നത്. എനിക്ക് ഒരുപാട് പറയാൻ ആഗ്രഹമുണ്ട്, ഒരുപാട് വിഷയം നിങ്ങളെ കേൾപ്പിക്കേണ്ടതുമുണ്ട്. പക്ഷേ സമയം പരമാവധി കഴിഞ്ഞതുകൊണ്ട്, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇൽമ് പഠിക്കുക എന്ന വിഷയത്തിന് സഹായിക്കുന്ന നിങ്ങൾ, ദർസിലെ മുതഅല്ലിമീങ്ങൾക്ക്, ഇപ്പം നിങ്ങളെ മക്കളായാലും ഒക്കെ ഇൽമ് പഠിക്കല്ലേ, അതിനെ സഹായിച്ചതിൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, യാ ലൈതനീ കുന്തു തുറാബാ. ഇതാ ഞാൻ നിർത്താം, 2 മിനിറ്റ്. ഈ സംഭവമാണ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിർത്താം. യാ ലൈതനീ കുന്തു തുറാബാ എന്നൊരായത്തുണ്ട്. എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? പരലോകത്ത് വരുമ്പോൾ നരകാവകാശികളായ ആളുകൾ നരകത്തിൽ കിടന്നുകൊണ്ട് ശിക്ഷ അനുഭവിക്കുമ്പോൾ പരലോകത്ത് എല്ലാ ജനങ്ങളെയും അള്ളാഹ് ഒരുമിച്ച് കൂട്ടും. 50,000 കൊല്ലം മഹ്ശറിൽ ഇങ്ങനെ കാത്തു കെട്ടിക്കിടക്കുക. ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല സൃഷ്ടിച്ചിട്ട് ഇന്നത്തേക്ക് 10,000 കൊല്ലമായിട്ടില്ല, 8,000 കൊല്ലമായിട്ടുള്ളൂ. 10,000 ആയിട്ടില്ല. മഹ്ശറിൽ 50,000 കൊല്ലം കാത്തു കെട്ടിക്കിടക്കുകയാണ് മനുഷ്യന്മാർ. അള്ളാഹ് വിധി പറഞ്ഞിട്ട് ഇതൊന്ന് സ്വർഗത്തുക്കോ നരകത്തുക്കോ തീരുമാനിക്കണം. അത്രയും കാലം മൃഗങ്ങളും കാത്തു കെട്ടിക്കിടക്കണം. മൃഗങ്ങൾക്ക് സ്വർഗമുണ്ടോ? ഇല്ല. നരകമുണ്ടോ? ഇല്ല. പിന്നെന്തിനാ മൃഗങ്ങൾ കാത്തു കെട്ടിക്കിടക്കണത്? മൃഗങ്ങൾ കിടക്കണത് ദുനിയാവിൽ കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്ത മൃഗത്തെ കുത്തി നോവിപ്പിച്ച് രക്തമൊലിപ്പിച്ചിട്ടുണ്ട്. അതിന് അല്ലാഹു പറയും, നിങ്ങൾക്ക് തിരിച്ചു കുത്താൻ കൊമ്പില്ലാത്തത് കൊണ്ടല്ലേ ആ കൊമ്പ് അല്ലാഹ് കൊടുത്തിട്ട് പകരം തിരിച്ചു കുത്തിയേക്ക്. പകരം വീട്ടലുകളൊക്കെ നടന്നു. എന്നിട്ട് മൃഗങ്ങളോട് അല്ലാഹു പറയും, കൂനീ തുറാബാ, നിങ്ങളെല്ലാം മണ്ണായി പൊയ്ക്കോ. മൃഗങ്ങളൊക്കെ മണ്ണാകും. അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, ഞങ്ങൾ മണ്ണാകുന്നതിന് മുൻപ് ഒരു സുജൂദ് ചെയ്യാൻ ഞങ്ങൾക്ക് സമ്മതം തരണം. അങ്ങനെ ആ മൃഗങ്ങൾക്ക് അല്ലാഹ് സമ്മതം കൊടുക്കും. മൃഗങ്ങൾ സുജൂദ് ചെയ്യും. എന്തിനാ സുജൂദ് ചെയ്യണത്? അള്ളാഹുവിന് നന്ദി, ഞങ്ങളോട് മണ്ണാകാനല്ലേ പറഞ്ഞത്, നരകത്തിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞില്ലല്ലോ. ആ സന്തോഷം. മൃഗങ്ങൾ സുജൂദ് ചെയ്തു, മണ്ണായിപ്പോവും. ആ മണ്ണിൻ്റെ പുറത്താണ് പിന്നെ ജനങ്ങൾ നിൽക്കുക. കൂനി തുറാബ, മണ്ണായി പോയിക്കോ. ഇത് കണ്ടിട്ട് നരകത്തിൽ ആളുകൾ പറഞ്ഞു, യാ ലൈതനീ കുന്തു തുറാബാ, ഞാനും മണ്ണായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഈ നരകത്തേക്ക് പോകണ്ടില്ലായിരുന്നല്ലോ. ഇത് ഒരർത്ഥം. മറ്റൊരർത്ഥം, മനുഷ്യനെ അല്ലാഹ് പടച്ചത് മണ്ണിൽ നിന്നാണ്. മണ്ണിന്റെ എസൻസുകൾ വലിച്ചെടുത്ത് പച്ച ഇലകൾ, ചീര, ചെരങ്ങ ഇലകൾ തിന്നിട്ടാണ് ചുമന്ന ചോര ഉണ്ടാകുന്നത്. ഇന്നും അള്ളാഹു മണ്ണിൽ നിന്നാണ് മനുഷ്യരെ പടക്കുന്നത് എന്ന് പറയാം. ആദം നബിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നതുകൊണ്ട് മനുഷ്യന്റെ ഉത്ഭവം മണ്ണാണ്.
അന്നും ഇന്നും നല്ല ഒന്നാന്തര പച്ച ചെടികൾ തിന്നിട്ടാണ് ചുവന്ന ചോര ഉണ്ടാകുന്നത്. ആ ചോര തരം മാറിയാണ് ബീജമാകുന്നത്. ആ ബീജം തരം മാറിയാണ് മനുഷ്യ കുഞ്ഞാകുന്നത്. ഇന്നും മണ്ണിൽ നിന്നാണ്. അള്ളാഹു എന്നെ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ ആ മണ്ണിൽ തന്നെ കിടക്കുകയായിരുന്നെങ്കിൽ യാ ലൈതനി കുന്തു തുറാബാ ഐ ലം ഉഖ്ലഖ്. ആയിഷ ബീവി പറഞ്ഞത് അങ്ങനെയാണ്. എന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ മണ്ണ് തന്നെ കിടക്കുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത് മറ്റൊരർത്ഥമാണ്. ഒരുപാട് അർത്ഥം. അതിൽപ്പെട്ട ഒരർത്ഥമാണ് തുറാബ്. യാ ലൈതനി കുന്തു തുറാബ. ഇന്ന തുറാബ ഇസ്മു കാഫിരിൻ, ഒരു മനുഷ്യൻ്റെ പേരാണ്. തുറാബ് എന്നതൊരു മനുഷ്യൻ്റെ പേരാണ്, ഒരു അവിശ്വാസിയായ മനുഷ്യൻ്റെ പേരാണ്. കാന ഫി സലഫി, പണ്ടുള്ള ഫഇന്നഹു മറ യൗമൻ ഫി ബഅദി സികകിൽ ഖറിയത്തി, അയാളിങ്ങനെ നടന്നു പോവാണ്. അപ്പം ദർസ്, ഞാൻ അത് ചരിത്രം വായിച്ചാൽ നീണ്ടുപോകും സമയം, പറഞ്ഞ് പെട്ടെന്ന് ചുരുക്കി അങ്ങ് പറഞ്ഞ് നിർത്താം. ദർസ് നിർത്തി പോകുന്നൊരു മുത്തഅല്ലിമുണ്ട്. ഒരു മുത്തഅല്ലിമ് ദർസ് നിർത്തി വീട്ടിലേക്ക് പോവാണ്. കുട്ടി ചെറിയ കൊച്ചു കുട്ടിയാണ്. ദർസിലെ വലിയ മുത്തഅല്ലിമുകൾ ആ കുട്ടിയെ ഒരു കുതിരപ്പുറത്ത് കയറ്റി വെച്ചു. പൊയ്ക്കോ, വീട്ടിൽ പോയിട്ട് ഇറങ്ങിയാൽ മതി, വഴിയിലൊന്നും ഇറങ്ങണ്ട. ഇറങ്ങിയാൽ ഒറ്റക്ക് കയറാൻ കഴിയൂല. കിതാബിൻ്റെ കെട്ട്, വസ്ത്രം, ഭക്ഷണം, മരുന്ന് എല്ലാ കെട്ടും കുതിരപ്പുറത്ത് വെച്ച് കെട്ടിക്കൊടുത്തു. ഈ മുത്തഅല്ലിമിനെ അങ്ങ് വിട്ടുകൊടുത്തു. ഈ മുത്തഅല്ലിമ് കുതിരപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യണ സമയത്ത് വസഖത ഖലമുഹു മിൻ യദിഹി, ആ മുത്തഅല്ലിമിന്റെ പേന താഴെ വീണുപോയി. അപ്പൊ ഈ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി എടുക്കാൻ വയ്യ. അവിടെ ഉണ്ട് ഈ തുറാബ് നിൽക്കണ്. ഫറഅ മുതഅല്ലിമൻ ജാലിസൻ ഫീ ദിക്കത്തിൻ വയുക്തബു വസഖത യദിഹി ഫഅഖദ തുറാബു ദാലികൽ ഖലം വഅഅതാഹു ബിയദിഹി ഫലി അജ്ലി ദാലിക അന്നല്ലാഹു സുബ്ഹാനഹു വതആല യുഖഫിഫു അദാബഹു യൗമൽ ഖിയാമ. ഈ മുതഅല്ലിമന്റെ കയ്യിൽ നിന്ന് പേനയുടെ ടോപ്പ് താഴെ വീണുപോയി. ആ മുതഅല്ലിമ് അതെടുക്കാൻ വയ്യാതെ വിഷമിച്ചപാട് തുറാബ് നിൽക്കുന്നുണ്ട്. ഈ തുറാബ് എന്ന മനുഷ്യൻ ആ പേന മുതഅല്ലിമിന് എടുത്തു കൊടുത്തു. ഈ മുതഅല്ലിമിന് ആ പേന എടുത്തു കൊടുത്ത കാരണത്താൽ അല്ലാഹു തആല ഒരു മുതഅല്ലിമിനെ സഹായിച്ചതിന്റെ പേരിൽ ആ തുറാബിന് ശിക്ഷ അങ്ങ് ലഘൂകരിച്ചു. കാഫറാണ്, അതുകൊണ്ട് നരകത്തുനിന്ന് പോരൂല. ടോപ്പ് ശിക്ഷ വാങ്ങേണ്ട ആളാ, അയാളൊരു ലളിതമായ ശിക്ഷയാക്കി കൊടുത്തു അല്ലാഹു തആല. അപ്പൊ അയാൾ ശിക്ഷ ലഘൂകരിച്ച് കണ്ടപ്പോൾ നരകത്തിലെ മറ്റു ആളുകൾ പറയാണ്, യാ ലൈതനി കുന്തു തുറാബ, ഞാനും ഈ തുറാബിനെ പോലെ ഒരു മുതഅല്ലിമിനെ സഹായിച്ചിരുന്നെങ്കിൽ എനിക്കും നരകത്തിൽ ശിക്ഷ ലഘൂകരിച്ച് കിട്ടുമായിരുന്നല്ലോ എന്ന് പറയുന്ന. ജീവിതത്തിൽ ഒരൊറ്റ നന്മ ഈ തുറാബ് ചെയ്തിട്ടുള്ളൂ. വേറൊരു സുബ്ഹാനല്ലാഹ് ആള് പറഞ്ഞിട്ടില്ല. കാഫിറുമാണ്. ആ മുതഅല്ലിമിന് ആ പേനന്റെ ടോപ്പ് എടുത്തു കൊടുത്തു എന്നുള്ളതാ കാരണം. അത് കാരണം അയാൾ ശിക്ഷ ലഘൂകരിച്ചിട്ട് നരകത്തിലെ മറ്റു ആളുകൾ പറയാണ്, ഞാനും ഈ തുറാബിനെ പോലെ ആയിരുന്നെങ്കിൽ എനിക്കും ശിക്ഷ ലഘൂകരിച്ച് കിട്ടുമല്ലോ. ഇൽമിനെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ, പെണ്ണുങ്ങൾ, കുട്ടികളാണ്, പെൺകുട്ടികളാണ്. ഇന്നത്തെ കാലത്ത് വഴിതെറ്റിപ്പോകാൻ ചാൻസ് കൂടുതലുള്ള പെൺമക്കളെ നമ്മുടെ ഉസ്താദുമാർ ദീനിൻ്റെ ചിട്ടയിൽ ഒതുക്കി നിർത്തി പഠിപ്പിച്ച് നമുക്ക് തരികയാണ്. എന്താണ് ആ ഉസ്താദുമാർ ചെയ്യുന്ന സേവനം? ഖൈറ് കൊണ്ട് സഹകരിക്കുകയല്ലാതെ നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രവൃത്തി, നമ്മുടെ ഒരു ചിന്ത ഈ മഹത്തായ സ്ഥാപനത്തിനെങ്ങാനും കേടായി മാറിയാൽ അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നരകീയ ശിക്ഷ കൊണ്ട് പരീക്ഷിക്കും. ഒരു സംശയമില്ല. അള്ളാഹിൻ്റെ ഇൽമിനെ പഠിക്കുന്നതിനെ സഹായിച്ച ഒരു കാഫിറിന് പോലും വമ്പിച്ച ഗുണം അള്ളാഹ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ദോഷം ചെയ്ത ഒരുത്തൻ എത്ര ഇബാദത്തുകാരനാണെങ്കിലും എത്ര തഖ്വയുള്ളവനാണെങ്കിലും അവൻ്റെ തഖ്വയും അവൻ്റെ ഇബാദത്തും ഊരി വലിച്ചെറിയും എന്നുള്ളത് മനസ്സിലാക്കണം. ആ ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇൽമ് പഠിച്ചതിൻ്റെ പേരിലാണ് അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ആദം നബി വലിയ ആളായത് ഇബാദത്ത് കൊണ്ടല്ല, ഇൽമു കൊണ്ടാണ്. മലക്കുകൾ കോടാനുകോടി കൊല്ലം ഇബാദത്തെടുത്ത മലക്കുകളാണ് ഒരു നിമിഷം ആദം നബിക്ക് സുജൂദ് ചെയ്യണത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അതിനെ ഒരു ചെറിയ നിസ്സാരവൽക്കരണം നടത്തിയപ്പോൾ എത്രയോ കോടാനുകോടി കൊല്ലം
ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത സ്ഥലത്ത് 50 പൈസ 1 ഉറുപ്പിക വെക്കണമെന്നൊരാൾ നേർച്ചയാക്കിയാൽ ആ നേർച്ച വീട്ടാൻ കഴിയൂല എന്നാണ്. ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത സ്ഥലത്ത് 50 പൈസ വെക്കാൻ ഒരാൾ നേർച്ചയാക്കിയാൽ അത് വീട്ടാൻ കഴിയൂല. കാരണം ഇബ്ലീസ് സുജൂദ് ചെയ്യാത്ത സ്ഥലം ഞാൻ ഭൂമിയിലും ആകാശത്തും. അങ്ങനത്തെ ഇബ്ലീസിനെ അള്ളാഹ് പിടിച്ച് പുറത്താക്കിയെങ്കിൽ അവൻ്റെ ആരാധനയുടെ 10,000 കോടാനക്കോടിയിൽ ഒരംശമില്ലാത്ത നമ്മൾ ഇൽമിൻ്റെ സ്ഥാപനത്തിനും ഇൽമിനും താലിമുകൾക്കും വിഷമകരമായ ഒരു വാക്ക് പ്രവൃത്തി സംഭവിച്ചു പോയാൽ അള്ളാഹു തആല നമ്മെ പരീക്ഷിക്കാതെ വിടൂല. അള്ളാഹു കഠിനമായ പരീക്ഷയ്ക്ക് ദുന്യാവിൽ കാരണമാക്കും. അതൊന്നും നമ്മുടെ അടുത്ത് സംഭവിക്കരുത്. മറിച്ച് ഈ സ്ഥാപനത്തെ സഹായിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, ഇവിടുന്ന് പഠിച്ചു പോകുന്ന വിദ്യാർത്ഥിനികൾ, ആദിയാവിരുദ്ധം വാങ്ങിപ്പോകുന്ന വിദ്യാർത്ഥിനികളെ, നിങ്ങൾ പഠിച്ച ഇൽമ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തി നിലനിർത്തണം. ഈ പഠനം കഴിഞ്ഞ് പോകുന്നതോടുകൂടി അത് മാറ്റി ഭൗതിക ലോകത്തേക്ക് നീങ്ങരുത്. നിങ്ങൾ ഒരൊറ്റ വിദ്യാർത്ഥിനി കാരണം നിങ്ങളെ കുടുംബം നന്നാവണം. കുടുംബത്തിലെ മറ്റു വിദ്യാർത്ഥിനികൾ നിങ്ങളെ മാതൃകയാക്കി ഈ സ്ഥാപനത്തിലേക്ക് വരണം. ഉമ്മാക്കും വാപ്പാക്കും ഖിദ്മത്ത് എടുക്കുന്നവരാകണം. നിസ്കാരം, സുന്നത്ത് നിസ്കാരവും തഹജ്ജുദും ളുഹാ നിസ്കാരവും നിലനിർത്തുന്നവരാകണം. ധാരാളം ഖത്മ ഖുർആൻ ഓതണം. ഇത് കണ്ട് നല്ല മാതൃക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല മാതൃക കണ്ട് മറ്റുള്ളവർ ഈ സ്ഥാപനത്തെ ആകർഷിക്കണം, സ്ഥാപനത്തിലേക്ക് വരണം. അവിടെ കൊണ്ടുപോയി ചേർത്താൽ എൻ്റെ കുട്ടി നന്നാകുമെന്ന് നിങ്ങളെ കണ്ട് പഠിച്ചിട്ട് ഈ സ്ഥാപനത്തിലേക്ക്, അതാണ് നിങ്ങൾ ഈ സ്ഥാപനത്തിന് ചെയ്യേണ്ട സേവനം. അതല്ല നിങ്ങൾ ഈ പഠിച്ച ഇൽമിനെ മാറ്റിവെച്ച് വേറെ വല്ല വഴിക്കും നീങ്ങിയാൽ അള്ളാഹു കൈവിടും, അള്ളാഹുവിൻ്റെ മലക്കുകൾ കൈവിടും, സഹായിക്കാൻ ആളുണ്ടാകില്ല. ദുനിയാവിൽ കഷ്ടപ്പാട് തന്നെയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ സംസാരം നിർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യസന്താനങ്ങൾ, കുടുംബങ്ങൾ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഈ സ്ഥാപനം ഏത് കാലത്ത് ഇവിടെ ഉണ്ടാക്കിയോ അന്ന് മുതൽ ഇന്ന് വരെ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റിക്കാരും ഇതിനെ സഹായിക്കുന്നവരും, ഇതിൽ വിദ്യാർത്ഥിനികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ രക്ഷിതാക്കൾ, കുടുംബങ്ങൾ, അള്ളാഹുവെ നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളെല്ലാവരുടെ ദോഷങ്ങളും പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരണേ റഹ്മാനെ. മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ആരെല്ലാം പരിശ്രമിച്ചു അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും ഐശ്വര്യവും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ സ്ഥാപനത്തിൽ പഠിച്ച വിദ്യാർത്ഥിനികളെ, പെൺകുട്ടികളെ നീ നല്ലവരായി സ്വാലിഹീങ്ങളാക്കി വളർത്തണേ അല്ലാ. നല്ല ഭർത്താക്കന്മാരെ നൽകി സന്തോഷ കുടുംബജീവിതം, ഐശ്വര്യമുള്ള ഖൈറും ബറക്കത്തുമുള്ള കുടുംബജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവേ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക് സന്തോഷമുള്ള അനുസരണമുള്ള മക്കളാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് പോറ്റി വളർത്തിക്കൊണ്ടുവന്ന് അവരിൽ നിന്ന് ഞങ്ങളൊരു ഗുണം പ്രതീക്ഷിക്കുന്ന കാലം വരുമ്പോൾ അവർ ഞങ്ങളെ ധിക്കരിക്കുന്ന മക്കളായി പോകരുതേ അല്ലാ. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഹക്ക് പോലെ ഓതി ധാരാളം ഖത്മ് പൂർത്തിയാക്കാൻ ഇവിടുന്ന് സനദ് വാങ്ങിപ്പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ. ഉഖ്റവിയായ മുതഅല്ലിമത്തുകളിൽ അവരെ പെടുത്തണേ റഹ്മാനെ. ഈ സദസ്സിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും ഉഖ്റവിയായ ആലിമീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. ഇൽമിനെയും ഇൽമിൻ്റെ സ്ഥാപനത്തെയും സഹായിക്കുന്നവരെ നീ കൂടുതൽ സഹായിക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിലൊരു ചെറിയ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞങ്ങളെ ഭാഗത്ത് നിന്ന് ഒരു വിഷമം സംഭവിച്ചു പോകരുതേ അല്ലാ. ഖൈർ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും ഷെറ് ഞങ്ങളെ കൊണ്ട് ഉണ്ടാവരുതേ അല്ലാ. മറ്റൊരാൾക്ക് ഷെറ് ചെയ്യുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. സെഹർ, കണ്ണേറ്, ശൈത്താനിയത്ത്, ഫിത്ന, ആഫത്ത്, മുസീബാത്തുകളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കോ ഞങ്ങളുടെ ജോലികളിലേക്കോ ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒന്നിലേക്കൊരു സെഹർ
എവിടെ നിന്നെങ്കിലും ആരെങ്കിലും എഴുതി വിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹബീബായ നബി തങ്ങളെ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, പടച്ചവനെ മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കളെ ബറക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് ഏർവാടി ശുഹദാക്കൾ, സയ്യിദന്മാർ, മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ആ സിഹർ മടക്കി വിടണേ റഹ്മാനേ. അതവരിലേക്ക് തന്നെ നീ തിരിച്ചയക്കണേ അല്ലാഹ്. ഞങ്ങളെ ഇൽമിൻ്റെ സ്ഥാപനത്തെയും ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തെയും നീ കാക്കണേ റഹ്മാനെ. എല്ലാ സാഹചര്യങ്ങളും ഷെറിൽ നിന്നും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. എല്ലാ രോഗങ്ങൾ, ലാഹിരിയും ബാത്തുനിയുമായ രോഗങ്ങൾ ശിഫയാക്കണേ റഹ്മാനെ. അറ്റാക്ക്, ക്യാൻസർ പോലത്തെ രോഗങ്ങളെ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ശരീരം കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. മരിക്കുന്നതുവരെ ആഫിയത്ത് നിലനിർത്തി തരണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ കടം വെച്ചുകൊണ്ട് മരിപ്പിക്കല്ലേ റബ്ബേ. കടങ്ങൾ വീട്ടിത്തരണേ അല്ലാഹ്. വിവാഹം നടക്കേണ്ടവരുണ്ട്, ഖൈറായ വിവാഹങ്ങൾ നടത്തി കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നിൻ്റെ ഹബീബായ നബിതങ്ങളെ സമീപത്ത് മദീനയിലെത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിൻ്റെ ഹബീബിനെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, പരിപൂർണ ഈമാനോടുകൂടി ഞങ്ങളെ മൗത്താക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയം കാമിലായ ഈമാനും നസൂഹായ തൗബയും തന്ന ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ചു തരണേ റഹ്മാനെ. ഖബർ സ്വർഗമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയവർ, കഴിഞ്ഞ കാലത്ത് ഇതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നവർ, ഇതിനെ സഹായിച്ച പലരും മരിച്ചുപോയി. ഞങ്ങളുടെ പല ഉസ്താദുമാരും മരണപ്പെട്ടു പോയി. ഞങ്ങളെ മാതാപിതാക്കൾ പലരും മരിച്ചുപോയി. അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ റഹ്മാനെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ കുടുംബസമേതം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. നിൻ്റെ ലിഖാ തന്ന് സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.